MSFന്റെ കേരള സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് 1,00,000-ഓളം വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന ഈ നാട് സമീപകാലത്ത് കണ്ട ഏറ്റവും പ്രൗഢമായ വിദ്യാർത്ഥി റാലി ഏതാനും നിമിഷങ്ങൾക്കകം ഈ സമ്മേളന നഗരിയിൽ എത്തിച്ചേരും എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഈ റാലിയെയും പ്രൗഢമായ ഈ സമ്മേളനത്തെയും അഭിവാദ്യം ചെയ്യാൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദിയിൽ എത്തിച്ചേരും. റാലി സമാപിച്ച് നേതാക്കന്മാർ ഈ വേദിയിൽ എത്തിയതിന് ശേഷമാണ് ഈ സമ്മേളനം ഔദ്യോഗികമായി ഇവിടെ ആരംഭിക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സമ്മേളനത്തിൻ്റെ ആവേശകരമായ പ്രകടനം ഈ വേദിയിൽ എത്തിച്ചേരുന്നതിന് മുൻപ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഓരോ മനുഷ്യർക്കും അറിയുന്ന ഒരു കാര്യം, ഈ നാട് മുഴുവൻ വലിയ ആവേശത്തോടെയും പ്രതീക്ഷയോടെയുമാണ് മലപ്പുറത്തിൻ്റെ തെരുവുകളിലൂടെ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് കടന്നു വരുന്ന ആ വിദ്യാർത്ഥി സംഘത്തെ നോക്കിക്കാണുന്നത്. കാരണം പ്രക്ഷുബ്ധമായ ഈ കാലത്തെ അപകർഷതാബോധത്തോടെയല്ല, അചഞ്ചലമായ, ആർക്കു മുന്നിലും അടിയറ വെക്കാത്ത അഭിമാനബോധത്തോടെ തലയുയർത്തിപ്പിടിച്ച് പൊരുതിക്കൊണ്ടാണ് നേരിടേണ്ടതെന്ന് ഈ രാജ്യത്തെ പഠിപ്പിച്ച പോരാളികളുടെ വിദ്യാർത്ഥി സംഗമമാണ് ഇടിമുഴക്കം പോലെ മുദ്രാവാക്യങ്ങൾ മുഴക്കി ഈ സമ്മേളന നഗരിയെ ലക്ഷ്യമാക്കി കടന്നു വരുന്നത്. നമ്മൾ പിന്നിട്ട ഈ കാലം നമുക്ക് ബോധ്യമുണ്ട്. നമ്മുടെ രാജ്യമാകെ വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ കൊടുങ്കാറ്റ് ആഞ്ഞു വീശുന്ന ഒരു കാലത്താണ് MSF ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റ് അധികാരവാഴ്ചയുടെ ഒരു വ്യാഴവട്ടം പൂർത്തിയാക്കാനിരിക്കുന്ന ഈ കാലം രാജ്യത്തെവിടെയും നമ്മൾ കാണുന്നത് വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ ഉന്മാദത്തിൻ്റെ ആഘോഷ കാഴ്ചകളാണ്. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ, അപകടകരമായ ഇന്ത്യ എന്ന ഈ രാജ്യത്തെ കൺമുന്നിൽ നമുക്ക് നഷ്ടമാകുന്നു എന്ന ഭീകരമായ യാഥാർത്ഥ്യം നമ്മളെയൊക്കെ ഭീകരതയോടെ തുറിച്ചു നോക്കുന്ന ഒരു കാലമാണിത്. ഇന്നലെ ഇപ്പോൾ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനം, ആ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ പേര് ദേവേന്ദ്ര ഫട്നാവിസ് എന്നാണ്. ഇന്നലെ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം, ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് അവിടെ മഹാരാഷ്ട്രയിൽ അതിക്രമിച്ചു കയറിയ നുഴഞ്ഞുകയറ്റക്കാരെ തിരിച്ചറിയാൻ മഹാരാഷ്ട്രയിലെ BJP ഗവൺമെന്റ് AI ടെക്നോളജി ഉപയോഗിക്കാൻ പോകുന്നു എന്നാണ്. ഇവിടെ നടക്കാനിരിക്കുന്നത് വിദ്യാർത്ഥി സംഘടനയുടെ ഒരു സമ്മേളനമാണ്. ഇവിടേക്ക് പ്രകടനവുമായി കടന്നു വരുന്നത് ഈ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളാണ്. AI പോലെയുള്ള നവീന സാങ്കേതിക വിദ്യകൾ ഈ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകാൻ, ഇവിടുത്തെ മനുഷ്യരുടെ പട്ടിണി അകറ്റാൻ, ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ഉപയോഗിക്കേണ്ട ഒരു കാലത്ത് ഇന്ത്യ പോലെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്ത്, ഈ രാജ്യത്തെ ഏതാണ്ട് 12 കോടിയോളം മനുഷ്യർ താമസിക്കുന്ന മഹാരാഷ്ട്ര എന്ന സംസ്ഥാനത്ത് ലോകത്തിന് തന്നെ മാതൃകയായ, ജാതി ഭേദമില്ലാതെ, ഭാഷാ വ്യത്യാസമില്ലാതെ ഈ രാജ്യത്തെ പൗരന്മാരെ തുല്യരായി കാണണം എന്ന് നിഷ്കർഷിക്കുന്ന ഇന്ത്യയുടെ ഭരണഘടനയെ സാക്ഷി നിർത്തിക്കൊണ്ട് അധികാരമേറ്റെടുത്ത ഒരു മുഖ്യമന്ത്രി, അദ്ദേഹം ഇന്നലെ പ്രസംഗിക്കുന്നത് AI ടെക്നോളജി ഞങ്ങള് മഹാരാഷ്ട്രയിലേക്ക് നുഴഞ്ഞു കയറിയ ആളുകളെ കണ്ടെത്താൻ ഉപയോഗിക്കുമെന്നാണ്. അവർ സംസാരിക്കുന്ന ഭാഷ, ആ ഭാഷയുടെ വ്യതിയാനങ്ങൾ, അതിൻ്റെ ശൈലി, അതൊക്കെ വെച്ചിട്ട് സ്വന്തം പൗരന്മാരെ നിരീക്ഷിച്ച് അവർ വിദേശികളായി ചാപ്പകുത്തി നാടുകടത്തുമെന്ന് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്ന ഒരു കാലം. നമ്മുടെ രാജ്യമെന്ന് കടന്നു പോകുന്നത്, ഈ രാജ്യത്തിനകത്ത് ജനിച്ച് ഇവിടെ വളർന്ന് ഈ മണ്ണിൽ പണിയെടുത്ത് ഇന്ത്യക്കാരായി ജീവിക്കാൻ എല്ലാ അവകാശ ബോധവുമുള്ള മനുഷ്യരെ വിദേശികളാക്കുന്ന, അവരെ നുഴഞ്ഞുകയറ്റക്കാരാക്കുന്ന, അവരെ നാടുകടത്തുന്ന,
അവരെ ദേശദ്രോഹികളായി ചിത്രീകരിക്കുന്ന, അവരെ ഭീകരവാദികളാക്കുന്ന, പിറന്നു വീണ സമുദായത്തിന്റെ, സംസാരിക്കുന്ന ഭാഷയുടെ, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ, ധരിക്കുന്ന വസ്ത്രത്തിന്റെ ഒക്കെ പേരിൽ ഈ രാജ്യത്ത് അപരന്മാർ സൃഷ്ടിക്കുന്ന ഒരു കാലത്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കടന്നു പോകുന്നത്. ഇന്നലെ രാജ്യത്തെ മറ്റൊരു സംസ്ഥാനം കേരളത്തോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാനിരിക്കുന്ന അസമിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത്, നിങ്ങളൊരു മിയ മുസ്ലിം അഥവാ ബംഗാളി ഭാഷ സംസാരിക്കുന്ന ഒരാളിന്റെ വാഹനത്തിൽ കയറിയാൽ, ഓട്ടോ വിളിച്ചാൽ അയാൾ നിങ്ങളോട് 5 രൂപ ചോദിക്കും. നിങ്ങൾ 4 രൂപയെ കൊടുക്കാൻ പാടുള്ളൂ. സ്വാഭാവികമായും അയാൾ 5 രൂപ തരണമെന്ന് വാശി പിടിക്കും. അവിടെ ഒരു സംഘർഷം ഉണ്ടാകും. ആ സംഘർഷം ഉണ്ടാകട്ടെ. ആ മിയ മുസ്ലിമും നിങ്ങളും പരാതിയുമായി ആസാമിലെ പോലീസ് സ്റ്റേഷനിൽ വരട്ടെ. എന്റെ ഗവൺമെന്റ് ഇവിടെ ഇരിക്കുന്നത് അവരെ ബുദ്ധിമുട്ടിക്കാനാണ്. മേ യഹാ ഉൻകോ പരേശാൻ കർനെ കെ ലിയെ ബൈഠാ ഹൂം എന്നാണ്. മതമാണ് പ്രശ്നമെന്ന്, മനുഷ്യരുടെ സ്വത്വമാണ് പ്രശ്നമെന്ന്, അവർ വിശ്വസിക്കുന്ന മതവും അവരാചരിക്കുന്ന കാര്യങ്ങളും അവർ പിറന്ന സ്വത്വവും ഈ രാജ്യത്ത് വെല്ലുവിളിയാണെന്ന് MSF പറയുമ്പോ, യൂത്ത് ലീഗ് പറയുമ്പോ, മുസ്ലിം ലീഗ് പറയുമ്പോ അത് പച്ചവർഗീയതയാണെന്ന് ചാപ്പുകുത്താൻ ഈ കേരളത്തിൽ പോലും ആളുണ്ടാവുന്ന കാലത്ത് ഈ രാജ്യം നേരിടുന്ന ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രി പറയുന്നത്, ആ രാജ്യത്തെ പൗരന്മാരിൽ, ആ സംസ്ഥാനത്തെ പൗരന്മാരിൽ ഏതാണ്ട് 22% വരുന്ന മനുഷ്യർ അവരെ ബുദ്ധിമുട്ടിക്കാനാണ്, അവരെ വേട്ടയാടാനാണ്, അവരെ ആട്ടിപ്പായിക്കാനാണ്, അവരെ തീവ്രവാദികളാക്കാനാണ്, അവരെ അപരവൽക്കരിക്കാനാണ്, സാമൂഹ്യ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ നിന്നും അവരെ പുറത്താക്കാനാണ് എനിക്ക് അധികാരമെന്ന് പ്രഖ്യാപിക്കുന്ന ഈ രാജ്യത്തെ ഇസ്ലാമോഫോബിയ ചരിത്രത്തിലില്ലാത്ത വണ്ണം ആളിക്കത്തുന്ന ഒരു കാലത്താണ് MSFന്റെ പേര് പ്രസക്തമാകുന്നത്, നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ പ്രസക്തമാകുന്നത്, നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം പ്രസക്തമാകുന്നത്. നമ്മുടെ ഈ രാജ്യത്തിന്റെ വർത്തമാനം എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ രാജ്യമാകെ വിദ്വേഷത്തിന്റെ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്ന ഈ കാലത്ത് കേരളം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ പ്രതീക്ഷയുടെ ഒരു തുരുത്തായിരുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഓരോന്നായി സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയത്തിന് കീഴടങ്ങിയ കാലത്തും 956 പിറന്നത് മുതൽ 2026 വരെ നീണ്ട 7 പതിറ്റാണ്ട് കാലം ആ വർഗീയ രാഷ്ട്രീയത്തിന് സൂചി കുത്താൻ ഇടം കൊടുക്കാതെ മതേതര രാഷ്ട്രീയത്തിന്റെ, മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ, ജനാധിപത്യത്തിന്റെ, സാഹോദര്യത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ കേദാര ഭൂമിയായി ലോകത്തിന് മുൻപിൽ മലയാളക്കര അഭിമാനത്തോടെ തല ഉയർത്തി പിടിച്ചു നിന്നു എന്നതാണ്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ച, ആ വിദ്വേഷ രാഷ്ട്രീയം ഈ കേരളത്തിന്റെ മണ്ണിലേക്കും ആഞ്ഞടിക്കുന്നു എന്നതാണ്. ദൗർഭാഗ്യവശാൽ ഈ കേരളത്തിലെ ഏറ്റവും പ്രബല സമുദായങ്ങളെ തമ്മിലടിപ്പിക്കാൻ അവർ നുണകൾ പ്രചരിപ്പിക്കുന്ന കാലം, അവാസ്തവങ്ങൾ പറയുന്ന കാലം, കള്ളം പ്രചരിപ്പിക്കുന്ന കാലം, സൗഹാർദ്ദത്തോടെ ജീവിച്ച മലയാളിയുടെ മനസ്സിലേക്ക് വിദ്വേഷം കുത്തിവെക്കാൻ ചിലർ ബോധപൂർവം ശ്രമിക്കുന്ന കാലം. അങ്ങനെ ഒരു കാലത്താണ് MSFന്റെ ഈ സംസ്ഥാന സമ്മേളനം മലപ്പുറം ജില്ലയിൽ നടക്കുന്നത്. ഗുരുദേവനെ മുൻനിർത്തിക്കൊണ്ട്, ആ ഗുരുദേവൻ സ്ഥാപിച്ച മഹാപ്രസ്ഥാനത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ നാട്ടിൽ ചിലർ വിദ്വേഷ രാഷ്ട്രീയം പയറ്റുകയാണ്. ആ ഗുരുദേവൻ എഴുതി വെച്ച അനുകമ്പാ ദശകത്തിലെ ചില വരികൾ ചൊല്ലിക്കൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ MSFന്റെ സമ്മേളനം ആരംഭിക്കേണ്ടതെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. വായ്പിനന്നത്യുന്നതങ്ങളിൽ നിന്ന് വിദ്യയെന്നോദിയ വിജ്ഞാനദായക, അന്നം കൊടുപ്പിൻ പശിക്കവരെയാദ്യത്തെ അംഗം കുറിച്ചോരവശ സംരക്ഷക, അന്നം കൊടുപ്പിൻ പശിക്കവരെയാദ്യത്തെ അംഗം കുറിച്ചോരവശ സംരക്ഷക, ക്ഷമിപ്പിൻ ക്ഷമാശീല രക്തയോ ശക്തരെ നോദിപ്പടിപ്പിച്ച വേദപ്രദാംഗത, താവക സമസ്ത ഗണങ്ങളിൽ നിറയട്ടെ തേനിന്റെ ശാന്തിയും വെളിച്ചവും തീർന്നില്ല. ആ കവിത അവസാനിക്കുന്നത് കരുണാവാൻ നബി മുത്തുരത്തമോ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പുരുഷാകൃതി പൂണ്ട കർമ്മമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ്വര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്തമോ എന്നാണ്. കാഷായ വസ്ത്രധാരിയായിരുന്ന സ്വാമി ശ്രീനാരായണ ഗുരു പ്രിയപ്പെട്ട പ്രവാചകനെ കുറിച്ച് എഴുതി വച്ച വരികൾ
ആ വരികളിലൂടെ ആത്മാവിലൂടെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന, ഇവിടുത്തെ എല്ലാ മതങ്ങളും മുന്നോട്ട് വെക്കുന്ന പുരോഗമന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ രാജ്യം മുന്നോട്ട് വളർന്നു വന്നത് എന്ന ബോധ്യം നമുക്കുണ്ട്. അതിൽ 2 വരികൾ കേരളം കാതോർത്തു കേൾക്കേണ്ടതാണ്. അന്നം കൊടുപ്പിൻ പശിക്കെതിരെ ആദ്യത്തെ അംഗം കുറിച്ചോ അവശ സംരക്ഷക എന്നാണ്. മനുഷ്യരുടെ വിശപ്പ്, അവരുടെ പട്ടിണി, അവരുടെ ദാരിദ്ര്യം, അവരുടെ വിദ്യാഭ്യാസം, അത് ഗുരുദേവന് പ്രശ്നമായിരുന്നു, അത് അയ്യങ്കാളിക്ക് പ്രശ്നമായിരുന്നു, അത് വിവേകാനന്ദന് പ്രശ്നമായിരുന്നു. അതുപോലെ അത് ബാഫക്കി തങ്ങളുടെ, സീതി സാഹിബിന്റെ, പാണക്കാട് തങ്ങളുടെ പ്രശ്നമായിരുന്നു. ഇവിടുത്തെ ആത്മീയ നേതാക്കൾ, ഇവിടുത്തെ നവോത്ഥാന നായകർ, അവരുയർത്തിപ്പിടിച്ച രാഷ്ട്രീയം വിദ്വേഷത്തിന്റെ രാഷ്ട്രീയമായിരുന്നില്ല. അവരുടെ നവോത്ഥാനം മതങ്ങളെ വെറുക്കുന്ന നവോത്ഥാനമായിരുന്നില്ല. പിന്നെയോ അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്ത മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ തൊഴിൽ, അവരുടെ പട്ടിണി, അവരുടെ ദാരിദ്ര്യം, അത് അയ്യങ്കാളിക്ക്, അത് ഗുരുദേവന്, അത് ബാഫക്കി തങ്ങൾക്ക്, അത് സീതി സാഹിബിന്, മലയാളക്കരയുടെ ഇന്നലകളിൽ കടന്നു വന്ന മുഴുവൻ നവോത്ഥാന നായകർക്കും ഇവിടുത്തെ മനുഷ്യരുടെ വിശപ്പ് അവരുടെ മുഖ്യ അജണ്ടയായിരുന്നു. പക്ഷെ അവരാരും അവരുടെ മതസ്വത്വം മറച്ചു വച്ചിട്ടല്ല ഈ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ നിലയുറപ്പിച്ചത്. കേരളത്തിന്റെ വിശപ്പ്, കേരളത്തിന്റെ വിദ്യാഭ്യാസം അതൊരു കമ്മ്യൂണിസ്റ്റ് അജണ്ടയായിരുന്നു എന്ന് ആര് പറഞ്ഞാലും അത് സമ്മതിക്കാൻ തയ്യാറല്ല. അത് ഇവിടുത്തെ വിശ്വാസികളുടെ, ഇവിടുത്തെ മതവിശ്വാസികളുടെ അജണ്ടയായിരുന്നു എന്ന് പ്രഖ്യാപിക്കാനാണ് ഈ സമ്മേളനത്തിലൂടെ പ്രിയപ്പെട്ടവരെ MSFന്റെ സംസ്ഥാന കമ്മിറ്റി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. MSFനെ ചൂണ്ടിക്കാണിച്ച്, മുസ്ലിം ലീഗിനെ ചൂണ്ടിക്കാണിച്ച്, യൂത്ത് ലീഗിനെ ചൂണ്ടിക്കാണിച്ച് ഇവര് മുരത്ത വർഗീയവാദികളാണ് എന്ന് പ്രചരിപ്പിക്കാൻ വ്യാജം സൃഷ്ടിക്കുന്ന കാലത്ത് MSFന്റെ സമ്മേളനത്തിന്റെ തീം സോങ്ങിനെ പോലും മുൻനിർത്തിക്കൊണ്ട് ഇവർ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഈ കാലത്ത് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തെ, MSFന്റെ രാഷ്ട്രീയത്തെ ഒരു മതത്തിന്റെ കോണിൽ ഒതുക്കാൻ കഴിയില്ലെന്ന് ഈ കേരളത്തോട്, മലപ്പുറത്തിന്റെ മണ്ണിൽ ചവിട്ടി നിന്ന അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഏതാനും സമയങ്ങൾക്കകം ഈ വേദിയിലേക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നായകൻ, ഈ ഉമ്മത്തിന്റെ നായകൻ, അഭിവന്ദനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കടന്നു വരും. ഈ സമ്മേളനം നടക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. കേരളത്തിൽ എന്നല്ല, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള ജില്ലകളിൽ ഒന്ന്. ഈ ജില്ലയുടെ ജില്ലാ ഭരണകൂടം നിയന്ത്രിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ആ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസാരഥികളെ പ്രഖ്യാപിക്കുമ്പോ, അതിന്റെ വൈസ് പ്രസിഡന്റിനെ പ്രഖ്യാപിക്കുമ്പോ അതൊരു ജനറൽ പദവിയായിരുന്നിട്ട് കൂടി പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പാർട്ടി ഈ രാജ്യത്തെ പഠിപ്പിച്ച ഒരു മാതൃകയുണ്ട്. ഇന്ത്യയിലെ എല്ലാ പാർട്ടികൾക്കും സംവരണത്തിന്റെ ആനുകൂല്യത്തിൽ മാത്രം അവര് പിന്നോക്ക സമുദായങ്ങളെ പരിഗണിക്കുമ്പോ, അവര് ദളിതരെ പരിഗണിക്കുമ്പോ സംവരണത്തിന്റെ ആനുകൂല്യത്തിൽ മാത്രമല്ല, പിന്നെയോ മെറിറ്റിന്റെ ആദ്യാവസരം കൊടുത്തുകൊണ്ട് ഇന്ത്യയിലെ പിന്നോക്ക സമുദായങ്ങളെ, ഇവിടുത്തെ ദളിതരെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുമെന്ന് ഈ രാജ്യത്തിന്റെ മുഖത്ത് നോക്കി അഭിമാനത്തോടെ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച ദിവസങ്ങളിലാണ് മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് ഈ കാലത്തെക്കുറിച്ച്, ഈ കാലത്ത് ഉയർത്തിപ്പിടിക്കേണ്ട മതനിരപേക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ച് അഭിമാനത്തോടെ MSF സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, കേരളത്തിന്റെ ഭൂതകാലത്തിൽ ഒരു പോയ കാലമുണ്ട്. കേരളത്തിന്റെ ഭൂതകാലത്തിൽ ഫ്യൂഡലിസത്തിന്റെ, ചാതുർവർണ്ണത്തിന്റെ ഒരു കാലമുണ്ട്. നടന്നു വരുമ്പോ, ജന്മിത്തമ്പ്രാൻ എഴുന്നള്ളുമ്പോ പ്രത്യേക ജാതിയിൽ നിൽക്കാൻ 80 അടി, അതിൽ കുറഞ്ഞവർക്ക് 60 അടി, അതിൽ കുറഞ്ഞവർക്ക് 40 അടി, അതിൽ കുറഞ്ഞവർക്ക് 20 അടി, അങ്ങനെ അടിക്കണക്ക് നിശ്ചയിച്ച് മനുഷ്യരെ ആട്ടിപ്പായിച്ച ഒരു ഭൂതകാലത്ത് ഇവിടുത്തെ ദളിത് സമുദായത്തിൽപ്പെട്ട കുട്ടികൾ ലീഗ് എന്തോ കട്ടുകടത്തി എന്നല്ല പറയുക, ലീഗ് ഒരു സമുദായത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചു എന്നല്ല നിങ്ങൾ പറയുക. ഈ കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ ചരിത്രം പഠിക്കുക. ഇവിടുത്തെ ദളിതൻ, ഇവിടുത്തെ പിന്നോക്കക്കാർ, ഇവിടുത്തെ മുസ്ലിം, ഇവിടുത്തെ അരികുവൽക്കരിക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും മുന്നോട്ട് വന്ന ചരിത്രം, കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ ചരിത്രം, അത് പഠിക്കുമ്പോ അവിടെ അയ്യങ്കാളി ഉണ്ട്. അയ്യങ്കാളി 914 നമ്മുടെ റാലി. ഈ കാലഘട്ടത്തിലെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അപകർഷതാബോധം കൊണ്ട് തലതാഴ്ത്തി നിൽക്കാനല്ല, അഭിമാന ബോധത്തോടെ തലയുയർത്തിപ്പിടിക്കാനാണ് തീരുമാനം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മലപ്പുറത്തിന്റെ തെരുവുകളിലൂടെ ആയിരക്കണക്കിന് മനുഷ്യരുടെ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി കടന്നു വരുന്ന പ്രിയപ്പെട്ട നവാസും
പ്രിയപ്പെട്ട നജാഫും പ്രിയപ്പെട്ട അസ്കറും MSF-ന്റെ സംസ്ഥാന നേതാക്കന്മാരും നയിക്കുന്ന പ്രൗഢഗംഭീരമായ വിദ്യാർത്ഥി റാലി ഈ സമ്മേളന നഗരിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. സമ്മേളന നഗരിയിലുള്ളവർ എഴുന്നേറ്റു നിന്ന് മുട്ടി ചുരുട്ടിക്കൊണ്ട് ആ റാലിയെ പ്രത്യഭിവാദ്യം ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.